ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് മാന്യവർ ജീവൻ സിംഗ് ജി ഡൽഹിയിൽ നിന്ന് ദേശീയ നേതൃത്വത്തോടൊപ്പം തന്നെ കേരളത്തിൽ നടന്ന ദുരന്ത ഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലെ ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡേഴ്സ് അടക്കമുള്ള ആൾക്കാരാണ് ഇവിടെ സന്ദർശനത്തിനെത്തിയിട്ടുള്ളത്. വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു സംഭവമാണ് ഇന്ന് ചൂരൽമല ഈ ഏരിയയിൽ നടന്നിട്ടുള്ളത്. ഇവിടെ ഈ നിൽക്കുന്ന സ്ഥലം തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ ജീവനെടുത്ത വീടുകളുടെ മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ള സത്യമാണ് നമ്മൾ അറിയേണ്ടത്. ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒട്ടനവധി ആൾക്കാർക്ക് അവർ വസ്ത്രവും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും അടക്കമുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ച ഈ ദുരന്തത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചവരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുക ഉൾപ്പെടെ നമ്മുടെ ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ നാഷണൽ പ്രസിഡൻ്റായിട്ടുള്ള ജീവൻ സിംഗ് ജി അദ്ദേഹം വളരെ കഷ്ടതകൾ അനുഭവിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പെർമിഷനോടുകൂടിയാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അവരോടൊക്കെ നന്ദി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ പോലീസ് സേന അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ വളരെ സുസ്ഥിരമായിട്ടുള്ള വളരെ അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ഒരു വാക്കുകൊണ്ട് നന്ദി പറയുകയല്ല, പക്ഷേ അത്രയ്ക്ക് രീതിയിൽ അവർ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയുടെ അടിയിൽ, ഈ മണ്ണിൻ്റെ അടിയിൽ ആരൊക്കെയാണോ പെട്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു പശുവിനെയും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേപോലെ ഏതൊക്കെ ജീവനുകൾ, പട്ടികളടക്കമുള്ള ഏതൊക്കെ ജീവനുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ദുഃഖകരമായൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ അമരക്കാരനായിട്ടുള്ള പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അതൊന്നും സമൂഹ മനസ്സാക്ഷികൾക്ക് ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായി മാറുന്നത് ഒരു ദുഃഖകരമായ കാഴ്ചയാണ്. ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ കേരള ജനത അടക്കമുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ അതിന് ജാഗ്രത കാണിക്കണമെന്നാണ് ബഹുജൻ ദ്രാവിഡ പാർട്ടിക്ക് പറയാനുള്ളത്. ഒരു സംഭവം ഉണ്ടായതിനു ശേഷം നമ്മൾ കരഞ്ഞതുകൊണ്ടോ കുറച്ച് ഹെൽപ്പ് ചെയ്തതുകൊണ്ടോ അല്ല, നമ്മുടെ സഹോദരങ്ങൾ ആരും തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതാണ് ബഹുജൻ ദ്രാവിഡ പാർട്ടിയെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു നോക്ക് കണ്ട് അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് എല്ലാവരും തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഒട്ടനവധി ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ബഹുജൻ ദ്രാവിഡ പാർട്ടിയും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയും ഇപ്പോൾ നമ്മുടെ നാഷണൽ ടീമിൻ്റെ ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി മെമ്പർമാരടക്കമുള്ള ആൾക്കാരും അതുപോലെ തന്നെ സിഖ് സഭയുടെ ആൾക്കാരും അടക്കം ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തമിഴ് സിഖ് പ്രവർത്തകർ അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബിൽ നിന്ന് സിഖ് സഭയുടെ നേതൃത്വത്തിൽ അവർ ഇവിടെ എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണോ ഇനി ആവശ്യം എന്ന് അവർ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി എന്തൊക്കെയാണോ ആവശ്യം എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതനുസരിച്ച് മറ്റൊരു ദിവസം ഇനി സിഖ് സഭയുടെ ആൾക്കാരടക്കമുള്ള ആൾക്കാർ ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ ആൾക്കാർ ഇവിടെ എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. വളരെ നന്ദിയുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൂടെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന
ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ പഞ്ചാബിൽ നിന്നിലെ പ്രവർത്തകരുടെ പ്രത്യേകമായിട്ടുള്ള അവരുടെ അന്വേഷണങ്ങളും അവരുടെ ഇടപെടലുകളും ഒക്കെ വളരെ നമുക്ക് സന്തോഷം തരുന്നുണ്ട്. ഇനിയും നമ്മുടെ സഹോദരങ്ങൾ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഇനി എന്താണ് ആവശ്യം, ഇനി എന്താണ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വേണ്ടി വരിക എന്നുള്ളത് ചോദിച്ച് അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ തീർച്ചയായും ഈ കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്ന് എല്ലാം വാങ്ങിക്കൊടുക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തകരായിട്ടുള്ള എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുമല്ല, കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ. നമുക്ക് വാഹന സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് എന്നാലും എല്ലാവരുടെയും മനസാന്നിധ്യവും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ പക്ഷത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദുഃഖത്തോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങൾ പിരിയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദുരന്ത ഭൂമിയുടെ ഇവിടെ പ്രവർത്തകരും എല്ലാവരുമൊക്കെ ഇവിടെ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുന്ന സമയമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളും വിട വാങ്ങുകയാണ്. ജയ് ഭീം, ജയ് കാൻഷ.